ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ ഇതുവരെ ഹോൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനോർത്ത് ടിമു ആപ്പ് ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പല്ലേ, ഒരുപാട് പേര് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിമുവിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇങ്ങനെ ഒരു ആപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോൾ വീഡിയോ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയായിരുന്നു, കാരണം ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നല്ല റേറ്റ് കുറവാണ് മിക്ക പ്രോഡക്ട്സിനും. അപ്പോൾ അങ്ങനെ കുറച്ച് റേറ്റ് കുറഞ്ഞത് നോക്കി കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു 50 ദിർഹംസിന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ്, കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും നമസ്കാരം, വീഡിയോയിലോട്ട് പോകാം. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓരോന്നായിട്ട് കാണിക്കാം. ഇന്ന് ഓൾറെഡി ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് മോർണിംഗ് ആണ് വന്നത്. അപ്പോൾ കാണാനുള്ള ആ ഒരു ത്വര കാരണം ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, സംഭവം കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു ഹാങ്ങർ ആണ്. ഇത് മെയിൻലി നമുക്ക് ഹിജാബ് അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കൊള്ളാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഒരെണ്ണമായിട്ടാണ് വാങ്ങിയത്, ഒന്നാണ് വാങ്ങിയത് കേട്ടോ. ഇത് കൊള്ളാമെങ്കിൽ ഒന്നും കൂടി വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെയിൻലി ഹിജാബ് പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഇത് കൊള്ളാമെന്ന് തോന്നി. ഇതിൻ്റെ പ്രൈസും അതുപോലെ ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. സോ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സംഭവം പ്ലാസ്റ്റിക് ആണ്, ഒടിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ അത്ര റേറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ക്വാളിറ്റി അത്ര നമുക്ക് ഭയങ്കര ക്വാളിറ്റി അങ്ങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഇതുകൊണ്ട് ഇതുപോലെ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹാങ് ചെയ്ത് ഒന്ന് ഹിജാബ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റും കാര്യം ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ റേറ്റ് ആണ് കേട്ടോ, 3-4 ദിർഹംസ് അത്രയൊക്കെ വരത്തുള്ളൂ. സോ എന്തായാലും ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ല, പിന്നെ പ്ലാസ്റ്റിക് ആണ്, ഇത് അത്ര ഭയങ്കര കട്ടിയൊന്നുമില്ല കേട്ടോ. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സിസറാണ് കേട്ടോ. കിച്ചൺ യൂസിന് വേണ്ടി ഒരു സിസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു സിസറാണ്. അത് ആദ്യം വാങ്ങിയിട്ട് നന്നായിട്ട് ചീത്തയായി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല റേറ്റും കുറവായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ്. ഇത് കൊള്ളാൻ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സെക്കൻഡ് പ്രോഡക്റ്റ് ഇതാണ്. ഇതിന് നല്ല റേറ്റ് കുറവായിരുന്നു ഈ ഒരു സിസറിന്. കിച്ചൺ യൂസേജിന് വേണ്ടിയൊക്കെ നല്ലതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗി കാരണം വാങ്ങിയതാണ് കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ പീസ് പോലെ ഇങ്ങനെ വാങ്ങിയതാണ്. ഇതൊരു സ്നാക്സ് ഒക്കെ നമുക്ക് സ്നാക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷെ നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. റേറ്റും കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ സോസ് ഒഴിച്ചിട്ട് ഇവിടെ സ്നാക്സ് വെക്കാൻ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വാങ്ങിയതായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് അതേപോലത്തെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. നല്ല ഭംഗിയില്ലാണ്. പക്ഷെ ഞാൻ ഇത് കുറച്ചും കൂടി വലുപ്പം ഉണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ആ ഒരു പിക്ചർ കണ്ടപ്പോൾ കുറച്ചുകൂടി വലുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ചെറുതായി പോയതുപോലെ തോന്നും. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് നല്ല കുറവാണ് കേട്ടോ. 3-4 ദിർഹംസ് എത്രയും കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ കുറച്ചുകൂടി വലുപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലേറ്റിന്. അത് അത്ര വന്നില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു കുഞ്ഞൻ സാധനം ഇതെന്താണെന്നോ, ഇത് ആക്ച്വലി ഒരു LED സെൽഫി ലൈറ്റ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അത് തന്നെയാണ്, ഒരു സെൽഫി ലൈറ്റ് ആണ്.
ഇത് ആക്ച്വലി ഇത് മെയിൻലി ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് വീഡിയോസ് എടുക്കുമ്പോൾ കിച്ചണിൽ എനിക്കിവിടെ ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്തെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വെച്ച് വാങ്ങിയതാണ്. നല്ല റേറ്റ് കുറവായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയതാണ്. പക്ഷേ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് വീഡിയോ ഒന്ന് നോക്കിയായിരുന്നു. ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. കണ്ടാ, ഇത് നമുക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എന്താ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിൽ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ 3 ലൈറ്റ് ഉണ്ട്. അതായത് ആദ്യം ചെറുത്, പിന്നെ കുറച്ചും കൂടി ലൈറ്റ് വരുന്നു, പിന്നെ കുറച്ചുകൂടി വരുന്നുണ്ട്, പിന്നെ ഓഫ് ആക്കാം. സോ ഇങ്ങനെ ബാക്കിലായിട്ട് ചെറിയൊരു ബട്ടനുമായിട്ട് നല്ല ഭംഗിയുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് ചാർജ് ചെയ്യാൻ ഒരു കേബിളും ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ആക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് സ്പേസ് കുറവ് ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്തിടാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിങ്ങനെ നമുക്ക് അലമാരിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ബാഗ്സോ അങ്ങനെ എന്ത് ക്യാപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതങ്ങനെ ഒന്നും പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. അപ്പോൾ ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതും റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, റേറ്റ് അത്യാവശ്യം എല്ലാത്തിനും കുറവാണ്. ഇത് മൊത്തത്തിൽ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കൂടി മൊത്തത്തിൽ 50 ദിർഹംസിനുള്ളിലാണ് വന്നത്. അപ്പം മനസ്സിലാക്കാമല്ലോ, റേറ്റ് കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 4-5 ദിർഹംസേ ഉള്ളായിരുന്നു. ഇത് 3 ബോക്സസ് പോലെ ഇങ്ങനത്തെ 3 ടിന്നാണ് വരുന്നത്. ഇങ്ങനത്തെ നല്ല കളറല്ലേ, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. കുറച്ച് അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതും കുറച്ചുകൂടി വലിപ്പം എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന കറക്റ്റ് അല്ല. അതായത് പിക്ചറിൽ ഡയമെൻഷനും സൈസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കി അങ്ങനെ അങ്ങ് എടുക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമായിരിക്കും സൈസിന്റെ പ്രശ്നം. അത് കറക്റ്റ് നോക്കി തന്നെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നല്ല റേറ്റ് കുറവായിരുന്നു. മീൻസ് ഒരു 4-5 ദിർഹംസ് എന്തോയോ ഉള്ളായിരുന്നു. അപ്പോൾ അതിനുള്ളത് ഇതുണ്ട്. കാരണം നമുക്കിപ്പം ഈ ഒരു 3 എണ്ണം കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് എവിടെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അതിന്റെ ക്യാപ്പും ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതുണ്ട്. നേരത്തെ നമ്മൾ ആ ഒരു ഡിവൈഡഡ് പ്ലേറ്റില്ലേ, അതേപോലത്തെ ഒരു പ്ലേറ്റ് തന്നെയാണിത്. കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ. ഇതും കൊള്ളാം. ഇതും പല കളേഴ്സിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം വാങ്ങി നോക്കിയതാണ്. സംഭവം കൊള്ളാം, ഇഷ്ടമായി. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതൊരു കിച്ചൺ വോൾ സ്റ്റിക്കർ ആണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, ഞാൻ സൈഡിലായിട്ട് കാണിക്കാം. ഇത് ജസ്റ്റ് പൊട്ടിച്ചപ്പോഴേ നശിപ്പിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണിൽ ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ റൂമൊക്കെ മാറുകയാണെങ്കിൽ ഇൻഷാല്ലാ ഒട്ടിക്കാം. ആ ഒരു രീതിയിൽ ഞാൻ വാങ്ങിയതാണ് ഇത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെയിൻലി കിച്ചണിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കിച്ചണിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയ ഒന്നായിരുന്നു ഇത്. ഞാൻ സൈഡിലായിട്ട് കാണിക്കാം ഇതിൻ്റെ പിക്ചർ. നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മളെല്ലാം സോസ് ഒക്കെ ഒഴിക്കുന്ന ചെറിയ നല്ല ഭംഗിയുണ്ട്. ഈ മീനെ പോലെ ഇരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് സോസ് സലാഡിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു രീതിയിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതും ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി വാങ്ങിയത്. നല്ല റേറ്റ് കുറവായിരുന്നു, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും ഒരു സെറ്റായിട്ട് വരുന്നതാണ്. സോ അങ്ങനത്തെ കുഞ്ഞ് 2 സംഭവം. കണ്ടോ, മീനെ പോലെ ഇരിക്കുന്നല്ലേ. നെക്സ്റ്റ് വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്സ്റ്റൻഷനില്ലേ, ഈ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ തറയിൽ ഇങ്ങനെ കിടക്കായിരിക്കത്തില്ലേ, അതൊക്കെ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, അത് മെയിൻലി അതാണ് അത് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വാങ്ങിയത്. വോളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. ഇവിടുത്തെ എക്സ്റ്റൻഷൻ എല്ലാം താഴെ ഇങ്ങനെ ചുമ്മാ കിടക്കുകയാണ്. അത് വോളിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് വാങ്ങിയൊരു സംഭവമാണിത് കേട്ടോ. അങ്ങനെ വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് തുറക്കണം. ഇങ്ങനത്തെ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട്
ഇതിരിക്കുമോന്നൊന്നും അറിയത്തില്ല കേട്ടോ. ചിലത് നമ്മൾ വാങ്ങിയിട്ട് ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. ചിലതൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ അങ്ങനെ ഓളിൽ ഇരിക്കുന്നില്ലായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതെന്തായാലും നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് മിക്കവരും കയ്യിൽ ഉള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത്. അതിൽ എൻ്റെ കയ്യിൽ ഇത് ഇതുവരെ ഇല്ലായിരുന്നു, ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. നമ്മുടെ ഐസ് റോളർ ഇല്ലേ, ഫേസ് റോളർ, ഫേസ് ഐസ് റോളർ, ആ സാധനമാണ് കേട്ടോ. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇത് നല്ല റേറ്റ് കുറവായിട്ട് കണ്ടു. ഇത് പല കളേഴ്സ് ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് കളറിന് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. 3-4 ദിർഹംസ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കളേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. മീൻസ് ഭയങ്കര കൂടുതലൊന്നുമില്ല, 7-8 ദിർഹംസ് ആ റേഞ്ചിലും. ഈ ഒരു ബ്ലാക്കിന് മാത്രം 3-4 ദിർഹംസേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തത്. നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പോൾ ആ ഒരു ഐസ് റോളറാണിത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, അവസാനത്തെ പ്രോഡക്റ്റ്. ഇതെനിക്ക് നല്ല അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് നല്ല സൈസ് കുറവാണ്. ഇത് കട്ടിംഗ് ബോർഡാണ് കേട്ടോ. പക്ഷെ ഞാനിത് കുറച്ചുകൂടി വലുപ്പം എക്സ്പെക്ട് ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ചെറുതാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല, നല്ല ചെറുതാണ്. അപ്പം നിങ്ങൾ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ പ്രത്യേകം അതിൽ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം നോക്കിയിട്ട് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. ഇത് കുഞ്ഞൊരു കട്ടിംഗ് ബോർഡാണ്, പക്ഷെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുകൂടി സൈസ് എക്സ്പെക്ട് ചെയ്തിരുന്നു, കുറച്ചുകൂടി വലുപ്പം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇത്ര പ്രോഡക്റ്റ് ആണ് ടിമുവിൽ നിന്ന് വാങ്ങിയത്. അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻലി അത്യാവശ്യം പ്രോഡക്റ്റ്സ് എല്ലാം നല്ലതാണ്. ക്വാളിറ്റി ആയാലും ആ ഒരു പ്രൈസിൻ്റെക്കാളും ക്വാളിറ്റി ഉള്ളത് തോന്നുന്നു ചില പ്രോഡക്റ്റ്സ് ഒക്കെ. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു പിക്ചർ കണ്ടിട്ട് വാങ്ങരുത്. ആ ഒരു പിക്ചർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതിൻ്റെ സൈസും ഡയമെൻഷനും എല്ലാം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക കേട്ടോ. അല്ലെങ്കിൽ മെയിൻലി ഇതിൽ വരുന്ന എനിക്ക് തോന്നുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലായിരിക്കും വരുന്നത്. അതിൽ തന്നെ ഡയമെൻഷനും സൈസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത്രയ്ക്ക് അങ്ങ് നോക്കൂല. അതാണ് പ്രശ്നം പറ്റുന്നത്. അല്ലാതെ ഞാൻ വാങ്ങിയതിലെല്ലാം മിക്ക പ്രോഡക്റ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും എനിക്ക് അത്ര പോരാ എന്ന് തോന്നിയത് ആ ഒരു കട്ടിംഗ് ബോർഡ് മാത്രമേ ഉള്ളൂ. അത് ചെറുത് നല്ല സൈസ് കുറഞ്ഞു പോയി. ബാക്കിയെല്ലാം ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.